ഇത്രയും വരുന്ന കോഴിവാല് പോലത്തെ മുടി കളർ ചെയ്യാൻ അവർ പറഞ്ഞത് 70 പൗണ്ടാണ്. ഇത്തവണ ഞാൻ എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടിയാണ് വന്നിരിക്കുന്നത്. നല്ലൊരു മണമൊക്കെ ഉണ്ട്. മണമുള്ളതിന് ഗുണം ഉണ്ടാവില്ല. കർത്താവേ, ഗുണം ഉണ്ടായാൽ മതിയായിരുന്നു. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ആഫ്റ്റർ എ ലോങ് ടൈം, കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഇന്നൊരു വ്ളോഗുമായിട്ട് വന്നിരിക്കുന്നത്. ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്ന് വെച്ചാൽ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടൊന്നല്ല കേട്ടോ, ഇതിനു മുന്നേ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് ഒരു തവണ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന്. പക്ഷെ അതൊന്ന് ഫ്ലോപ്പായി പോയായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലാത്തിരുന്ന സമയത്താണ് ഞാനത് ട്രൈ ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് ഫ്ലോപ്പായി പോയ ഒരു കാര്യം ഞാൻ ഇന്ന് പിന്നെയും പരീക്ഷിക്കാൻ വന്നിരിക്കുകയാണ് വിത്ത് മൈ ഫ്രണ്ട്. സോ തംബ്നെയിൽ കണ്ടു കാണും, ഇന്ന് ഞാൻ എൻ്റെ മുടി ഒന്ന് കളർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അറിയില്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്താൽ പോരെ എന്ന്. ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്നതിനെപ്പറ്റി ഞാൻ ആലോചിച്ചിരുന്നു. പക്ഷേ ഇവിടുത്തെ ബ്യൂട്ടി പാർലറിൽ നല്ല റേറ്റാണ്. എൻ്റെ ഇത്രയും വരുന്ന കോഴിവാല് പോലത്തെ മുടി കളർ ചെയ്യാൻ അവർ പറഞ്ഞത് 70 പൗണ്ടാണ്. സോ ഞാൻ വിചാരിച്ചു, എന്തിന്, നമുക്ക് 2 കൈകളുണ്ട്, സാധനം മാർക്കറ്റിൽ അവൈലബിൾ ആണ്, വാങ്ങിക്കാം, ട്രൈ ചെയ്യാം, നമ്മുടെ സ്വന്തം മുടിയല്ലേ എന്ന് വിചാരിക്കുന്നു. ഫ്ലോപ്പ് ആവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത്തവണ ഞാൻ എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടിയാണ് വന്നിരിക്കുന്നത്. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചിയും കൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഞാൻ ഇന്ന് എടുത്തേക്കുന്ന ഹെയർ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലോറിയൽ പാരീസിൻ്റെ യൂണിവേഴ്സൽ റെഡ് എന്ന് പറയുന്നൊരു കളറാണ്. അതെ, ഇങ്ങനെ മുടി ഇരിക്കുന്നതാണ് അവർ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ കണ്ടോ, ഇവർ 3 കളർ പാറ്റേൺസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഓരോ ഹെയർ ടൈപ്പിലും ഈ കളർ ഇട്ടാൽ ഏത് കളറിലേക്ക് വരുന്നു. അപ്പം എൻ്റേതൊരു ഈ കളർ ആയതുകൊണ്ട്, നല്ല ബ്ലാക്ക് ഹെയർ ആയതുകൊണ്ട് ഈ കളർ വരും എന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെ തന്നെയായിരുന്നു ഇതിന് മുന്നത്തെ തവണ, അതായത് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ട്രൈ ചെയ്തപ്പം ആ പാക്കറ്റിലും പറഞ്ഞിരുന്നത്. പക്ഷേ കളർ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ 1/4 മണിക്കൂർ ഇരുന്നിട്ടും എൻ്റെ മുടിക്ക് പ്രകടമായ മാറ്റങ്ങളൊന്നും ഞാൻ അന്ന് കണ്ടില്ലായിരുന്നു. സോ ഇന്ന് പ്രകടമായ ഒരു മാറ്റം പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ രണ്ടാമത് ഈ ഒരു സാഹസത്തിന് മുതിർന്നിരിക്കുന്നത്. സോ എന്തായാലും നമുക്ക് നോക്കാം. അതിന് മുന്നേ ഞാൻ ഈ പാക്കറ്റിൽ എന്നാക്കിയുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇത് വന്നിട്ട് എത്ര പൗണ്ടായിരുന്നു? 10 പൗണ്ട് ആയിരുന്നു ഞാനിത് വാങ്ങിച്ചപ്പോൾ. സോ ഇതിനകത്ത് വന്നിട്ട് ഒരു കളർ ക്രീമുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് പോസ്റ്റ് കളർ റിച്വൽ. എനിക്ക് വന്നു ഷാമ്പു വന്നു തോന്നുന്നു. അപ്പം കളർ ക്രീമിൻ്റെ കൂടുതൽ വരുന്നത് ക്രീം പ്ലസ് ഡെവലപ്പർ രണ്ടും വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് കളർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്യാനായിട്ടുള്ള ഒരു ഷാമ്പു പ്ലസ് കണ്ടീഷണറാണ്. കണ്ടീഷണർ എന്ന് പറഞ്ഞാൽ മൾട്ടി യൂസേജാണ്, ഒരു തവണ എന്നല്ല, അത് നമുക്ക് കുറച്ച് നാളത്തേന് യൂസ് ചെയ്യാനുള്ളതുണ്ടാവും. സോ എവറി വീക്ക് വൺസ് അത് യൂസ് ചെയ്യണം എന്നൊക്കെയാണ് ഇവരിനകത്ത് എഴുതിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൽ ഗ്ലൗസും ഉണ്ട്. സോ നമുക്ക് ഞാൻ കണ്ടൻസ് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് വന്നിട്ട് ഇതാണ് കളറിങ് ക്രീം, കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വന്നിട്ട് ഫസ്റ്റ് വന്നിട്ട് ഇതാണ് കളറിങ് ക്രീം, ഇത്. പിന്നെ വന്നിട്ട് ഡെവലപ്പർ ബോട്ടിൽ ഇതാണ്. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. ഇതിന് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഹെഡാണെങ്കിലും ഇതിനൊരു കോം സൈസ് ഹെഡ് വേറെ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ വന്നിട്ടുള്ളത് ഇത് ഹെയർ മാസ്ക്, വാഷ് ചെയ്തിട്ട് ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്ത ശേഷം അപ്ലൈ ചെയ്യാനുള്ള ഹെയർ മാസ്ക്. ഇതാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതാണ് 3ാമത്തെ സാധനം. ഇതാണ് ഷാമ്പു. ഇത് ഒറ്റത്തവണ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് എഴുതിയിട്ടുണ്ട് ഷാമ്പു. അപ്പോൾ ഇതാണ് ഷാമ്പു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കളറിങ് ഹെഡ് വന്നിട്ട് ഒരു കോം സൈസ് വന്നിട്ടുണ്ടെന്ന്, അതാണ് ഈ സാധനം. ഇത് നമുക്ക് ഈ ഡെവലപ്പർ ബോട്ടിലിൻ്റെ ഇതിലേക്ക് നമുക്ക് ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ സാധനം ഉപയോഗിച്ച് നമുക്ക് കോമ്പ് വെച്ച് മുടി ചീവുന്ന പോലെ നമുക്ക് കളർ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ വന്നിട്ട് നമുക്ക് ലാസ്റ്റ് നമുക്ക് ഗ്ലൗസും കൂടെ വന്നിട്ടുണ്ട്. സോ ഇതിട്ടിട്ട് വേണം നമ്മൾ കളർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ യൂസർ മാനുവലുണ്ട്. അതിൽ അവർ പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് ടൈമാണ്, അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് 3 മന്ത്സിനുള്ളിൽ നിങ്ങൾ മുടി കളറൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡ്രൈ ഹെയറിൽ, എപ്പോഴും ഡ്രൈ ഹെയറിലാണ് ചെയ്യുന്നത് എനിക്കറിയാം, വാഷ് ചെയ്തിട്ടില്ലാത്ത ഹെയറിൽ, ഡ്രൈ ഹെയറിൽ ഇത് തേച്ചിട്ട് 30 മിനിറ്റ്സ് ലീവ് ചെയ്യണം. 30 മിനിറ്റ്സിന് ശേഷം വാഷ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് അങ്ങനെ തന്നെ നോക്കാം. ഞാനൊരു 30 മിനിറ്റ്സ് തന്നെ വയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കളർ വരുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സോ അപ്പോൾ എന്തായാലും നമുക്ക് ചേച്ചി റെഡി ആവാൻ പോയേക്കുവാണ്. ചേച്ചി വരട്ടെ, അതുവരേക്കും വെയിറ്റ് ചെയ്യാം. സോ ഗൈസ്, നമുക്ക് നമ്മുടെ ഹെയർ കളറിങ് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ദിസ് ഈസ് മൈ ബ്യൂട്ടീഷ്യൻ റൈറ്റ് സേവിയർ ഫോർ ദ ഫസ്റ്റ് ടൈം അല്ലല്ലേ, എല്ലാവരും വന്നിട്ടുണ്ട്. സോ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇന്നത്തെ കലാപരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ് കേട്ടോ. അതെ, വരൂ, കടന്നു വരൂ.
സോ ഞാൻ ഓൾറെഡി ഇൻഗ്രീഡിയൻസ് തന്നെ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയും ഫാൻസിനെയും പരിചയപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വല്ലാണ്ട് ഞാൻ എഡിറ്റ് ചെയ്യേണ്ടി വരും. ഇത് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ഗൈസ് നമ്മൾ നമ്മുടെ എന്ത് സുനാപ്പിളിയായിരുന്നു കളറ് നമ്മൾ നമ്മുടെ ഡെവലപ്പർ ക്രീമുമായിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. മിക്സ് ചെയ്തു ബ്യൂട്ടീഷ്യൻ ഒക്കെ ചെയ്തു തരേണ്ടതാണ്. ഞാൻ കസ്റ്റമറാണ്, വെറുതെ ഇവിടെ ഇരിക്കത്തുള്ളൂ. ഇങ്ങോട്ട് നീങ്ങി നിന്ന് ഡെവലപ്പ് ചെയ്യൂ ഗൈസ്. ആദ്യം നമ്മൾ പ്രധാനമായിട്ടും മിക്സ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞങ്ങൾ മറന്നുപോയി. ഗ്ലൗസ്. നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ടേ തുടങ്ങാവുള്ളൂ, കാരണം ഇത് ചില സമയത്ത് അലർജിക്ക് ആവാറുണ്ട് സ്കിന്നിന് എന്നാണ് ഇവർ പറയുന്നത്, നമുക്കറിയില്ല, ആവാം. പിന്നെ ഇത് നോ അമോണിയ എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്, ഇതിൽ അമോണിയ കണ്ടന്റ് കാര്യങ്ങളൊന്നും ഇല്ലാന്ന്. എന്നാലും നമ്മൾ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അറിയാമായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും. സോ ലെറ്റ്സ് മിക്സ് ഇറ്റ്. അതെ, കൊള്ളാം. നല്ലൊരു മണമൊക്കെ ഉണ്ട്. മണമുള്ളതിന് ഗുണം ഉണ്ടാവില്ല. കർത്താവേ, ഗുണം ഉണ്ടായാൽ മതിയായിരുന്നു. സോ ഗൈസ്, നമ്മൾ ഒരുപാട് ലെങ്തി ഹെയർ ഒക്കെ ഉള്ളവർക്കാണ് നമ്മൾ ഫുള്ള് എടുക്കണം എന്ന് പറയുന്നത്. പക്ഷെ ഞാനത് ഫുള്ള് എടുക്കും, കാരണം ഇതിന് വെച്ചാലും ഞാനത് ഉപയോഗിക്കാൻ പോകുന്നൊന്നുമില്ല. ഇത് ഞാനൊരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് മാത്രം ചെയ്യുന്നതാണ്, അല്ലാതെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കളർ ചെയ്യാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ചിലപ്പോൾ കളർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ മൈൻഡ് മാറുമായിരിക്കും. ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. കാരണം ആദ്യത്തെ തവണ ഇതൊരു ഫ്ലോപ്പ് ആയി പോയതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് മിക്സ് ചെയ്യണം. ഇനി നമ്മളിത് ക്യാപ്പ് ലോക്ക് ചെയ്ത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം. ഷെയ്ക്ക് ചെയ്തിട്ട് ഉടനെ തന്നെ ആ സാധനത്തിന്റെ ടിപ്പ് തുറക്കണം എന്ന് അവർ പറഞ്ഞേക്കുന്നത്, കാരണം അല്ലെങ്കിൽ വേസ്റ്റ് ഔട്ട് ആവുന്നത്. കാരണം ഇത് ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ചൂടാവാനുള്ള സാധ്യതയുണ്ട്. അത്രയ്ക്ക് തല വീണാലും കുഴപ്പമില്ല, മുഖത്ത് വീഴായിരുന്നു. കാരണം ഇതിന് ചൂടായി കഴിയുമ്പോഴാണ് നമ്മൾ കളറ് കൃത്യമായിട്ട് കളർ നന്നായിട്ട് മുടിയിലേക്ക് വരുന്നത്. അപ്പം ഞാൻ ചില ആൾക്കാർ കണ്ടിട്ടുണ്ട്, ഇത് കളർ തേച്ച് കഴിഞ്ഞിട്ട് അവർ ഈ നമ്മുടെ ഹെയർ ഡ്രയർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ ഹീറ്റ് മോഡ് ഓൺ ആക്കിയിട്ടിട്ട് അതിങ്ങനെ ബ്ലോ ചെയ്ത് കൊടുക്കും. അപ്പോൾ മുടി നന്നായിട്ട് ചൂടാവും, നന്നായിട്ട് കളർ വരുമെന്ന്. പക്ഷെ ഞാൻ അതിനൊന്നും തുനിയുന്നില്ല, എനിക്ക് അത്രയൊന്നും പരീക്ഷിക്കാനുള്ളൊരു ധൈര്യമില്ല, മുടി ആയതുകൊണ്ട് തന്നെ. അല്ല തന്നെ മുട്ടത്തരായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഉള്ള മുടി കൂടെ ഹീറ്റ് ചെയ്തും പെറുക്കി പൊഴിഞ്ഞെങ്ങാനും പോയാലേ നാട്ടിലേക്ക് എനിക്ക് തിരിച്ചു വരേണ്ട അവസ്ഥ, തിരിച്ചു വരരുതാത്ത അവസ്ഥയായി പോകും. നമ്മൾ എന്ത് കിട്ടിയാലും അതിനെ പിഴിഞ്ഞ് അത് മൊത്തം എടുക്കണം. വന്നവർ നമ്മൾ മറക്കില്ല, പണ്ട് കണ്ടല്ലേ മറ്റേ ടൂത്ത് പേസ്റ്റ് ഒക്കെ മിക്കവാറും വീട്ടിൽ മറ്റേ ഇലക്ട്രിക് ട്രെയിനിൻ്റെ അടിയിൽ പെട്ട അവസ്ഥയിലായിരിക്കും. ആ അവസ്ഥയിൽ നമ്മൾ അതിനെ ആക്കിക്കൊണ്ടിരിക്കുക, ഉള്ള കളർ മുഴുവൻ പിഴിഞ്ഞെടുക്കുക. ഒരിക്കലും നമുക്കൊരു റിഗ്രറ്റ് ഉണ്ടാവില്ല ഗൈസ്, നമ്മളത് വേസ്റ്റ് ആക്കിയില്ല. അതുകൊണ്ട് ഞങ്ങളത് മുഴുവൻ പിഴിഞ്ഞെടുത്ത് മൊത്തം കളർ ആഡ് ചെയ്യണം, എന്നാലേ കളർ വരുള്ളൂ എന്നാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു വിശ്വാസം. അതിനനുസരിച്ച് ഞങ്ങൾ അതെ നമ്മൾ ഇനി കളറിങ് ക്രീം ഫുള്ള് എടുക്കാത്തതുകൊണ്ട് നമ്മുടെ മുടി കളർ ആവാത്തതെന്ന് നമുക്ക് പിന്നെ തോന്നെടുത്തല്ലോ. ഞങ്ങളത് മുഴുവൻ പിഴിഞ്ഞെടുത്തോണ്ടിരിക്കുകയാണ്. ഞങ്ങളല്ല, ചേച്ചി പിഴിഞ്ഞെടുക്കുമ്പോൾ ഞാൻ കണ്ടാസ്വദിക്കുന്നു. അതെ അതെ, ഒരു മയത്തി തലേ വീണാലും ഞാൻ സഹിക്കും. ഇങ്ങോട്ട് തന്നെ പിടിച്ച് ക്ഷയിക്കണം കേട്ടോ. എനിക്ക് ചൂട് ഫീൽ ചെയ്യുന്നില്ല, പക്ഷെ ഇത് കളറായെന്ന് തോന്നുന്നല്ലേ. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഇത്ര സമയം ഷെയ്ക്ക് ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടില്ല, നന്നായിട്ട് മിക്സ് ചെയ്യണമെന്ന് മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. സോ ഇത് മതിയെന്ന് വിചാരിക്കുന്നു. ഇത് കൂടുതൽ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതിയായിരിക്കും അല്ലേ. ഇനി നമുക്ക് പതിയെ ആ സാധനം മാറ്റി നമ്മൾ ഈ സാധനം വയ്ക്കാൻ പോവാണ്, എന്നിട്ടാണ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരു ഇവിടം തൊട്ട് ഇങ്ങോട്ട്, ഞാൻ റൂട്ടിൽ അപ്ലൈ ചെയ്യുന്നില്ല, കാരണം ഹെയർ കളർ യൂഷ്വലി റൂട്ടിൽ അപ്ലൈ ചെയ്യുന്നത് കൊള്ളത്തില്ല എന്നാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാൻ പിന്നെ 1-2 വീഡിയോസൊക്കെ എടുത്ത് നോക്കിയായിരുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നതിനെക്കുറിച്ചും എന്ത് ചെയ്യുന്നതിന് മുന്നും നമ്മൾ ഇതിനെക്കുറിച്ച് അറിവ് നേടിയ വിദഗ്ധരുടെ ഉപദേശം സ്വീകരിക്കുന്നത് നല്ലതാണല്ലോ. സോ ആ വിദഗ്ധരെല്ലാം യൂട്യൂബിൽ വഴി എന്നോട് പറഞ്ഞത് റൂട്ടിൽ അപ്ലൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ്. സോ ഞാനും ആ ഒരു പാത തന്നെ പിന്തുടരുകയാണ്. നമ്മളൊരു ഇവിടം തൊട്ട് ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓരോ സൈഡ് ബൈ സൈഡ് ആയിട്ട് എടുത്ത് തുടങ്ങിക്കോളൂ. ചേച്ചി ആ ഇറുക്കി എന്തി
സോ ഗൈസ് ലെറ്റ്സ് സ്റ്റാർട്ട്. കളർ വരുന്നുണ്ടോ ചേച്ചി? മീൻസ് ക്രീം വരുന്നുണ്ടോ? ഗൈസ് ഞാൻ ഭയങ്കര എക്സൈറ്റഡാ. കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഈ പ്രാവശ്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ട്രയൽ ആയിരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. എത്ര നാളാണ് ഞാൻ വന്നിട്ട് 2 മാസമോ 3 മാസം അങ്ങാണ്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഹെയർ കളർ ട്രൈ ചെയ്തത്. പക്ഷെ അതിൽ ഞാൻ പുറത്തിറങ്ങിയിട്ട് ആൾക്കാരോടൊക്കെ എൻ്റെ മുടി കളർ ഉണ്ടോ എന്ന് ചോദിക്കേണ്ട അവസ്ഥയായിരുന്നു. കാരണം ഒരു പട്ടിക്കുഞ്ഞ് പോലും ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ലായിരുന്നു ഞാൻ മുടി കളർ ചെയ്യുന്നുള്ളത്. പക്ഷേ ഈ പ്രാവശ്യമല്ല, എന്നെ കാണുമ്പോൾ ഓ നീ ഹെയർ കളർ ചെയ്തോടി എന്നെല്ലാവരും ചോദിക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. ലക്ഷ്യവാദിയിലേക്ക്. അതെ അതെ അതെ. അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടി എന്തും ത്യജിക്കും. മുടി ഒഴിച്ച് മോനെ ഒഴിഞ്ഞൊന്നും പോവല്ലേടാ, അവിടെ തന്നെ ഇരുന്നേക്കണം. നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ മാറ്റിക്കോളാം. ഇത് പണ്ട് പപ്പയെ ഈ നമ്മളൊക്കെ ചെറുതായിരിക്കുമ്പം അന്നത്തെ ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ, അതായത് ഇപ്പോഴത്തെ അമ്മച്ചിമാര്, അവരൊക്കെ ഇങ്ങനെ മുടിയൊക്കെ കളർ ചെയ്ത് പോകുന്ന പറയുമ്പോൾ പപ്പ ഇങ്ങനെ പറയുമായിരുന്നേ, ഈ തമിഴ്നാട് സൈഡിലോട്ടൊക്കെ കോഴിക്കുഞ്ഞുങ്ങളെ പെയിന്റ് അടിച്ച് വഴിയരികി കൊണ്ട് നിർത്തുമായിരുന്നു. അങ്ങനെയാ പെൺപിള്ളേർ ഇപ്പോൾ തലയിലൊക്കെ മുടിയെല്ലാം കളർ ചെയ്തുകൊണ്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇതുകൊണ്ട് നാട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ അപ്പൻ എന്നെ നോക്കിയായിരിക്കും അത് പറയാൻ പോകുന്നത്, ഒരു കോഴി UK നിന്ന് പെയിന്റ് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന്. ചേച്ചി ഇതിന് മുന്നേ കളർ ചെയ്തിട്ടുണ്ടോ മുടി ആരെങ്കിലും സ്വന്തമായിട്ടോ? ഇല്ല, ഞാനാണ് ആദ്യത്തെ ഇര. ഹെയർ കളർ ഈസ് നോട്ട് ഗുഡ് ടു ഹെയർ. അല്ല, പക്ഷെ എന്റെ മുടി ഞാൻ ചെയ്യൂലല്ലേ? ഓഹോ, എന്റെ ഈ വീഡിയോയിൽ തന്നെ ഇപ്പൊ തന്നെ ഇത് പറയണമായിരുന്നു അല്ലേ, ഹെയർ കളർ ഈസ് നോട്ട് ഗുഡ് ടു ഹെയർ. അല്ല, നമുക്ക് സെൽഫ് സാറ്റിസ്ഫാക്ഷനും ഒരു ചേഞ്ചിനൊക്കെ നല്ലതാ. ഇപ്പൊ വല്ല കാലത്തൊന്നും ഹെയർ കളർ ചെയ്തെന്ന് വെച്ചാൽ ഹെയർ മുഴുവൻ കൊഴിഞ്ഞു പോകുന്നൊന്നുമല്ല. കൊഴിഞ്ഞു പോവൊന്നുമില്ല. അങ്ങനൊക്കെ പറഞ്ഞ ആശ്വസിക്കാം. ഇല്ല, ഞാൻ നന്നായിട്ട് ഇൻകേസ് എനിക്കത് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് എണ്ണ വെച്ച് ഇനി ഡെയിലി മുടി കഴുകും. അപ്പൊ പെട്ടെന്ന് ഇതിന്റെ കളറൊക്കെ പോയി എന്റെ നാച്ചുറൽ കളർ തിരിച്ചു വന്നു. ഈ ഹെയർ കളർ ആക്ച്വലി പ്രശ്നമില്ല. സാധാരണ നമ്മള് ആദ്യം ബ്ലീച്ച് ഒക്കെ ചെയ്ത് ഹെയർ ഹൈലൈറ്റ്സ് ഒക്കെ കൊടുത്തില്ലേ, അപ്പൊ നമ്മള് അലുമിനിയം ഫോയിലൊക്കെ വെച്ച് ബ്ലീച്ച് ഒക്കെ ചെയ്ത് ആ ഭാഗം മാത്രം ഹൈലൈറ്റ് ചെയ്ത് അങ്ങനെയാ ചെയ്യുക. ഓ, ഹെയർ കളറിംഗ് ഫേസ് കളറിംഗ് അല്ല അറിയാം, ഹെയർ കളറിംഗ് അറിയില്ല. ഹെയർ ഞാൻ പിടിക്കാറില്ല. എന്നെ ഇപ്പൊ കണ്ടാ മറ്റേ മാത്തുളിക്കൽക്കത്തിലെ കൊച്ചിങ്ങനീഫിനെ പോലെ ഉണ്ടോ ചേച്ചി? ലിപ്സ്റ്റിക് ലേശം കൂടി പോയോന്ന്. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഓരോ പോർഷൻ ആയിട്ട് നമ്മള് അതെ അതെ അതെ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. നമ്മൾ പറയുന്ന കേട്ടതൊന്നും വേറെ ആർക്കും ഇതൊന്നും അറിയത്തില്ല. ഇല്ല, എന്നെ പോലെ അറിയാത്ത ആരെങ്കിലും ഒക്കെ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, മീൻസ് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പരീക്ഷ നോക്കിക്കോളൂ കേട്ടോ. 2 മാസം കഴിഞ്ഞിട്ടുള്ള എൻ്റെ വ്ലോഗിൽ മുടി ഉണ്ടെങ്കിൽ നിങ്ങളിത് പരീക്ഷിച്ചോളൂ. എനിക്ക് മുടി ഉണ്ടെങ്കിൽ മുടി ഒരിക്കലും കൊഴിഞ്ഞു പോവില്ല ഹെയർ കളർ ചെയ്ത. റൂട്ടീന്നൊക്കെ ചെയ്താലൊക്കെ പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ മുടി കുറച്ചിങ്ങനെ ഡ്രൈ ആകും, അല്ലെങ്കിൽ പൊട്ട് അങ്ങനത്തെ ഒക്കെ വരുള്ളൂ. അത് നമുക്ക് ഇങ്ങനെ നോക്കാം, എണ്ണയൊക്കെ തേച്ച്. പക്ഷെ എണ്ണ തേച്ച് കഴിഞ്ഞാലും കളർ പോകുന്നു അല്ലേ? സ്പാ ചെയ്ത് നോക്കിയാൽ സ്പാ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. തൈരും ഒത്തിരി പച്ചരി കുതിർത്തതോ അല്ലെങ്കിൽ ചോറോ മുട്ടയുടെ വെള്ള കൂടെ അരച്ചിട്ട് പഴം ഇതെല്ലാം ഇട്ട് മന്ത്ലി ഒരു അലോവേര ജെല്ല് ഇതിട്ട് മന്ത്ലി ഒരു സ്പാ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഹെയർ നല്ല ഭംഗിയായിട്ടിരിക്കും. ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ചെയ്യാറില്ല, വെറും ഓയിലിംഗ് ആൻഡ് ഷാംപൂ വാഷ് കണ്ടീഷനിങ്. ഗൈസ്, നമ്മൾ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്തു, ഇപ്പുറ സൈഡിലേക്ക് കടന്നിരിക്കുകയാണ്. അല്ല, അപ്പൊ ഞാൻ എന്തിനാ ഈ ക്ലച്ചർ എടുത്തോണ്ട് വന്നേ? നമ്മുടെ കുപ്പായം ഒക്കെ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ വിടുന്നത്. ഇത് ചേച്ചിയുടെ കുപ്പായമാണ്. കോവൻട്രിയിലായിരുന്നെങ്കിൽ മറ്റേ ഹെയർ കട്ടിങ് മറ്റേ സ്റ്റിക്സ് സംഭവം എന്തോ ഒരു നിറമൊക്കെ മുടിയെ കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ വീഡിയോയിൽ എനിക്കത് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയത്തില്ല. ഒരു അല്ല ചേച്ചി, ആ ഹെയർ കളറിന്റെ കളറാണെന്ന് തോന്നുന്നു മുടിയിൽ വരുന്നുണ്ട്.
അരമണിക്കൂർ ഇരുന്ന മീശോയിൽ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ മതിയായിരുന്നു. കാശ് മുടക്കി മേടിച്ചതാണ്. ഓസിന് കിട്ടിയതാണ്, പിന്നെ പോട്ടേന്ന് വയ്ക്കായിരുന്നു. ഇത് വാഷ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യണമല്ലോ അല്ലേ? എനിക്ക് എന്ത് ചെയ്താലും റിസൾട്ട് അപ്പം തന്നെ കാണാം, എന്നാലേ എനിക്കൊരു സമാധാനമുള്ളൂ. ഇല്ല, റിസൾട്ട് കാണുന്നവരെ ആ വെയിറ്റിംഗ് ടൈം ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത വരുവോ കളറ് വരുവോ, അത് എന്താണെങ്കിലും. ഇപ്പം ഫുഡ് ഉണ്ടാക്കാൻ വെച്ചാൽ ഇപ്പം ബിരിയാണിയൊക്കെയാണ് നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുമ്പം വിസിൽ വന്നത് തുറക്കുന്നത് വരെ മറ്റേ ടെൻഷനാ. ഈശ്വര വെന്തളിഞ്ഞു പോയി കാണുമോ, വെള്ളം കൂടിപ്പോയി കാണുമോ, ഇതൊക്കെ ഓരോ പരീക്ഷണമാണല്ലോ. ചേച്ചി കളർ വേസ്റ്റ് ചെയ്യാൻ കേട്ടോ, മൊത്തം എവിടെയൊക്കെ തേച്ച് പിടിപ്പിച്ചു. സോ ഗൈസ്, മിക്സ് ചെയ്ത സാധനം ഒരിക്കലും നമ്മൾ പിന്നത്തേന് വെക്കില്ല കേട്ടോ, അത് കൊള്ളത്തില്ല. കാരണം അത് കെമിക്കൽ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കും. നമ്മൾ പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലിയ മണ്ടത്തരം കാണിക്കാൻ പോകുന്നത്. സോ നമ്മൾ വൺസ് നമ്മൾ ഫുള്ള് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ തേച്ച് പിടിപ്പിച്ച് തീർത്തോളുക. ഇല്ലെങ്കിൽ തൽപര കക്ഷികളായിട്ടുള്ള അയൽവക്കംകാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ തലയിൽ കൂടെ കുറച്ച് തേച്ച് മിനുക്കി വിടുക. സോ അത് തീർന്നു കിട്ടും. അവസാനം അടിയും ഷെയറിങ് ആയിരിക്കും. നമ്മൾ സ്പാ ചെയ്യുന്നതിന്റെ സ്റ്റെപ്പാ ഇങ്ങനെ മുടി ചെയ്യുന്നതാ. ശരി, സ്പാ ചെയ്യാനൊക്കെ അറിയോ? ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങിക്കൂടെ? സ്പാ ഇതൊക്കെ ചെയ്യാം. അല്ലാതെ ഞാൻ നിന്റെ കെയറിന് ഹെയർ കെയർ, ആഫ്റ്റർ ഹെയർ കെയറിന് നമുക്ക് വേണമെങ്കിൽ സ്പാ ചെയ്യാം. അപ്പൊ ഞാൻ സ്റ്റെപ്സ് എല്ലാം കാണിച്ചു തരാം. വാവ്, സ്ഥിരം ഞാൻ ഇനി വീട്ടിലൊരു വിസിറ്റർ ആയിരിക്കും. വെനെവർ വി ഗെറ്റ് ഓഫ് ഞാൻ ഇങ്ങോട്ട് വരുന്നതായിരിക്കും പെട്ടിയും കിടക്കി എടുത്ത്. നല്ല നിറമുണ്ട് കേട്ടോ, മിക്സ് ചെയ്ത കളറിന് നല്ല നിറം. ബോട്ടിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ഒരു ലാവൻഡർ കളർ അല്ലേ? ഇത് ലാവൻഡർ അല്ലേ? ആ അതെ, ഒരു ലാവൻഡർ കളർ വന്നിട്ടുണ്ട്. ദൈവമേ, രാവിലെ ഉറക്കത്തിൽ നിന്നിട്ട് ഒന്ന് ചെയ്യാൻ പറ്റിയ പണിയാണ്. ഇന്ന് ഞാൻ എഴുന്നേറ്റ് ഇതിനു വേണ്ടി മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇല്ല, ഞാൻ ഇപ്പൊ എഴുന്നേക്കത്തില്ലായിരുന്നു. പിന്നെ ഗൈസ്, നമ്മൾ ഈ സാധാരണ ഹെയർ കളറൊക്കെ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഇങ്ങനത്തെ ഏരിയാസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ഈ ഫോർഹെഡ് ഇവിടെയൊക്കെ വാസ്ലിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തേക്കുന്നത് നല്ലതായിരിക്കും. കാരണം ചില കളർ നമ്മുടെ സ്കിന്നിൽ പറ്റിക്കഴിഞ്ഞാൽ പോകത്തില്ല. അപ്പോൾ അങ്ങനെ ഹെയർ കളർ ചെയ്യുന്ന ആൾക്കാർ, ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. വാസ്ലിനൊക്കെ തേക്കുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കളർ ആവത്തില്ല, നമ്മുടെ സ്കിന്നിൽ കളർ ആവത്തില്ല. പക്ഷേ എൻ്റെ കയ്യിൽ വാസ്ലിൻ ഇല്ലായിരുന്നു. സോ ഞങ്ങൾ കുറച്ച് ലിപ് ബാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ടാന്ന്, കാരണം ഇത് സ്കിന്നിലാവില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നോക്കാം. പണ്ടല്ല കുറച്ച് നാൾ മുന്നേ എന്നോട് കുറേ പേര് മുടിയുടെ കാര്യം ചോദിച്ച് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെയാണോ എൻ്റെ മുടി കൊഴിച്ചിൽ കൂടിയെന്ന് എനിക്ക് സംശയമുണ്ട്. ഇതുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ല, ഈ ബ്യൂട്ടി വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കേട്ടോ. അതെൻ്റെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. ബ്യൂട്ടി വ്ളോഗ്സ് ചെയ്യുന്ന ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതായത് നിങ്ങളിപ്പം എന്തെങ്കിലും ബ്യൂട്ടി ടിപ്സൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നേരെ നെഗറ്റീവ് റിസൾട്ട് വരാറുണ്ടോ എന്ന് പറയണേ. ഫസ്റ്റത്തെ ഈ സൈഡിൽ കുറച്ച് ഒരു 1 ഇഞ്ച് 2 ഇഞ്ച് ഗ്യാപ്പ് മാത്രം ഇട്ടിട്ട് ഈ കുറച്ച് സ്ട്രാൻഡ്സ് കവർ ചെയ്തേക്കുന്നത്. യെസ് ബേബ്, വി ആർ ഓൾമോസ്റ്റ് റെഡി. ഡൺ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മറ്റേ നോത്ത് പിടിക്കല്ലേ, എങ്ങനെ ഇനി മോന്ത കളറായാലും. ഗൈസ്, അപ്പോൾ നമ്മുടെ കളറിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ഗൈസ്, നമ്മൾ കളറിങ് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഒരൊറ്റ ഫോയിൽ പേപ്പറിൽ മൊത്തം ചുറ്റി വയ്ക്കാൻ പോവുകയാണ്. സോ ഗൈസ്, ഇത് വന്നിട്ട് ഹെയർ കളറിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. മുടിയൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നിയില്ല ഗൈസ്. കാരണം എൻ്റെ മുടി ഇപ്പോൾ കണ്ടാലും നിങ്ങൾക്കറിയാം, ഒരു മാറ്റവും ഇല്ല, വലിയ മാറ്റമൊന്നുമില്ല, വലിയ നല്ല ഒരു മാറ്റവും ഇല്ല. അപ്പം ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ തപ്പിയപ്പം കുറേ വീഡിയോസിൽ കണ്ടു ചിലപ്പോൾ മുടി നന്നായിട്ടൊക്കെ ഉണങ്ങി കഴിയുമ്പോൾ സെറ്റ് ആവുന്നുള്ള രീതിയിൽ. സോ ഞാനതിന് വേണ്ടിയിട്ട് 1 ഡേ വെയിറ്റ് ചെയ്തു.
1 ഡേ വെയിറ്റ് ചെയ്ത് ഞാൻ വീട്ടിൽ വന്ന് നോക്കിയിട്ടും എൻ്റെ മുടിയിൽ ഈ കാണുന്ന ഒരു മാറ്റവും ഈ പറയുന്ന ഒരു മാറ്റവും എനിക്ക് കാണത്തില്ല. ഇവിടെ എവിടെയെങ്ങാണ്ടൊക്കെ വെട്ടം അടിക്കുമ്പം ഒരു ചെറിയ തിളക്കം പോലൊക്കെ തോന്നുന്നുണ്ടെന്നല്ലാതെ എനിക്ക് ഒരു മാറ്റവും ഇല്ല എൻ്റെ മുടിക്ക്. ഇത്തവണയും ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടയും വന്നില്ല, എൻ്റെ കാശും പോയി. അപ്പം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ബ്ലീച്ച് ചെയ്യാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം മുടി. പിന്നെ നല്ല കറുത്ത മുടിയിൽ ബ്ലീച്ച് ചെയ്യാണ്ട് കളർ ചെയ്താൽ അങ്ങനെ അധികം കളർ വരില്ല എന്നൊക്കെ എനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെ ചില വീഡിയോയിൽ പറഞ്ഞ് ഞാൻ കണ്ടു. സോ മേ ബി അതുകൊണ്ടായിരിക്കും. ഇല്ലെങ്കിൽ എനിക്ക് കളർ ചെയ്ത മുടി യോഗമില്ലായിരിക്കും. അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങ് ആശ്വസിക്കുകയാണ്. സോ ഇത്തവണയും 2ാം തവണയും ഹെയർ കളറിങ് എനിക്കൊരു പരാജയമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലത്തേക്ക് ഈ ഒരു മേഖലയോട് വിട പറയുകയാണ്. ഇനിയൊരു അംഗത്തിനുള്ള ബാല്യം എനിക്കില്ല. ബിക്കോസ് എനിക്ക് തോന്നുന്നു മുടി കളർ ചെയ്യണ്ട എന്നായിരിക്കാം പ്രകൃതിയുടെ നിയമം. സോ ഞാനത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനി എന്തെങ്കിലും ഒരു കാലത്ത് എനിക്ക് തോന്നിയാൽ ഞാൻ അന്ന് ബ്യൂട്ടി പാർലറിൽ പോയി മുടി കളർ ചെയ്യുന്നതായിരിക്കും. സങ്കടമൊക്കെ ഉണ്ട്, കാശും പോയി, കളറും വന്നില്ല. എന്നാലും സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അതുവരേക്കും